ഹായ്. ഇന്നലെ നമ്മൾ ഒമാനിക്ക് പോണത് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ നമുക്കത് എന്താണ് ആ വീഡിയോ നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം നമുക്ക് ഒമാനിക്ക് പോകാൻ പറ്റിയില്ല. അമ്മ മാത്രമാണ് ഒമാനിക്ക് പോയത്. നമ്മളെ ബോർഡറിൽ വെച്ചിട്ട് ദുബായ് ബോർഡറിൽ വെച്ചിട്ട് നമുക്ക് തിരിച്ച് പോകേണ്ടതായിട്ട് വന്നു കേട്ടോ. അപ്പം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിസ നമുക്ക് ബസ് ടിക്കറ്റൊക്കെ എടുക്കാൻ കൊടുത്തു. നമുക്ക് വിസ വേണ്ടല്ലോ, നമ്മൾ റെസിഡൻസ് വിസ ഉള്ളതുകൊണ്ട് തന്നെ വിസ ഓൺ ഡ്രൈവിൽ നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഏജൻസിയിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ നമുക്ക് ബസ് ടിക്കറ്റൊക്കെ എടുത്ത് തന്നു, ടൈമും കാര്യങ്ങളൊക്കെയും പറഞ്ഞു. നമ്മൾ ബസ്സിൽ കയറി, നമ്മളവിടെ ബോർഡിലെത്തിയപ്പോൾ അവർ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല, ഞാൻ കമ്പനി വിസയിലായതുകൊണ്ട്. പക്ഷേ കുട്ടികളുടെ സ്പോൺസർ അവരുടെ അച്ഛനാണ്, ചേട്ടനായതുകൊണ്ട് സ്പോൺസർ ആരാണോ അവർ നമ്മുടെ കൂടെ ഉണ്ടാവണം. ഞാനാണെങ്കിൽ അപ്പോൾ അവരോട് പറഞ്ഞു ഞാൻ മദറാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ പാസ്പോർട്ടിൻ്റെ ബാഗിലുണ്ടാവുമല്ലോ അമ്മയുടെ പേര് പഞ്ചമി എന്നാണ്, അച്ഛൻ്റെ പേര്. ഞാൻ മദറാണെന്നൊക്കെയും പറഞ്ഞു. കുറേ അവരെ കൈയും കാലിക്കും പിടിച്ചു. പക്ഷെ ഒരു പൊടിക്ക് അവർ സമ്മതിച്ചില്ല. രാത്രി 11:30 ആയിട്ടുണ്ടായിരുന്ന ടൈമിൽ ഞാനപ്പോൾ അവരോട് പറഞ്ഞു, സാർ ഇതാണ് എന്തെങ്കിലും ചാൻസ് ഉണ്ടോ അങ്ങനെയൊക്കെ ഞാൻ അവരോട് പറഞ്ഞു. എന്നിട്ടും ഒരു വഴിയില്ല. ലാസ്റ്റ് ഞാനും അമ്മയും അവിടെ കരച്ചിലായി. നമുക്ക് എങ്ങനെയെങ്കിലും ഇത്രയും ദൂരെ ഇരുന്നു, രാത്രിയാണ്, ഞാനും 2 കുട്ടികളെ എങ്ങനെ തിരിച്ച് അങ്ങോട്ട് പോകും, അതൊക്കെ ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ. ഒരു വഴിയും അവർ പറഞ്ഞില്ല. സ്പോൺസർ ഇല്ലാണ്ട് ഒമാനിക്ക് കടക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് തിരിച്ച് പോവാം എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നമുക്ക് വേറെ വഴിയൊന്നുമില്ല. അങ്ങനെ അമ്മ മാത്രമാണ് പോയത്. എന്നിട്ട് അവിടെ ഒമാൻ ആ ഒരു ബോർഡറിൻ്റെ ഒരു ലൈനുണ്ട്, അത് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ, ഒരു 10 മിനിറ്റ് ദൂരം നടക്കാനുണ്ട്. അങ്ങനെ അത്രയും ഞാനും ഉണ്ണികളും പിന്നെ ഞങ്ങൾ ഒരുമിച്ച് പോവായതുകൊണ്ട് തന്നെ അമ്മയുടെ ബാഗിൻ്റെ ഉള്ളിലാണ് ഉണ്ണികൾക്കുള്ള ഡ്രസ്സും കാര്യങ്ങളും എൻ്റെ കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവർ പെട്ടെന്ന് എടുത്ത് പോകാൻ പറഞ്ഞപ്പോൾ നമുക്ക് വണ്ടിയുടെ ഉള്ളിൽ നിന്ന് അതൊന്നും എടുത്ത് മാറ്റി വേറൊരു ബാഗിലേക്ക് വെക്കാനുള്ള സമയമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. പിന്നെ ടെൻഷനായല്ലോ. ഞാനും ഉണ്ണികളും എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ. ഞാൻ വിചാരിച്ചു രാത്രി ആയപ്പോൾ 11:45 12 മണി ആയല്ലോ, ഈ സമയത്തൊരു പെൺകുട്ടീനും 2 പിഞ്ചു കുട്ടികളെയും ഇട്ട് തിരിച്ച് നിങ്ങൾ പൊക്കോ നിൽക്കും അങ്ങനെ പറയാനുള്ള അങ്ങനെ ഒരു പറയുമോ എനിക്ക് ഞാൻ ചിന്തിച്ചുട്ടാ. അത്രയ്ക്ക് മനുഷ്യപ്പറ്റില്ലാത്തവരാണോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. പക്ഷെ അവരുടെ റൂളാണ്, അവർക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പക്ഷെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ബസ് ഡ്രൈവർ അതൊരു അറബി തന്നെയാണ് കേട്ടോ. ആൾ കുറേ സംസാരിച്ചു. അവരോട് പറഞ്ഞു മേ ബി ചാൻസ് ഉണ്ടാവാം, കാരണം അവർ ശ്രദ്ധിക്കാണ്ട്, സ്പോൺസർ ആരാണ് ശ്രദ്ധിക്കാണ്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടും എന്നൊക്കെ വന്നു. പക്ഷെ നമ്മുടെ ഭാഗ്യക്കേട് കൊണ്ട് വന്ന ആൾ നല്ലപോലെ ചെക്ക് ചെയ്യുന്ന ആളായിരുന്നു. ആൾ നമ്മളോട് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ്, ഒരു കാര്യം ആഗ്രഹിച്ച് അങ്ങോട്ട് പോകാമെന്ന്. ഉണ്ണികളും ഭയങ്കര സന്തോഷത്തിൽ, ചേച്ചി അവൾ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ചേച്ചിയും ചേട്ടനും ഉണ്ണികളും കുക്കുമണിയും കുഞ്ഞാപ്പും എല്ലാവരും അവിടെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഉണ്ണികൾക്ക് രാത്രി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടാണ് കേട്ടോ ഞാൻ അവരെ തോളത്തിട്ടിട്ട് ഞാനും പിള്ളേരും ഇങ്ങനെ നടന്നു. എനിക്ക് ആ സമയത്ത് ഭയങ്കര വിഷമമായി. അമ്മയ്ക്കാണെങ്കിലും അവിടെയും വിഷമം വെച്ചിട്ടുണ്ടെങ്കിൽ അയ്യോ എൻ്റെ പിള്ളേരെ ഇത്ര കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് കൊടുക്കാൻ, ഒരു ബോർഡർ കിടക്കാൻ പറ്റില്ലല്ലോ എനിക്ക്. ഒരു അമ്മയും കരച്ചില്ല, ഞാനും കരച്ചില്ല. പക്ഷെ അതാണ്, ചില സമയത്ത് അങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വന്ന് അവിടെ ആണെങ്കിൽ ഒരു ബസ്സോ ഒരു കാറോ ഒന്നുമില്ല. ഈ ബോർഡറിലേക്ക് പോണ കാറുകൾ മാത്രമേ ഉള്ളൂ, വേറൊന്നും അവിടെ കാണാനില്ല. അങ്ങനെ ഞാൻ ചേട്ടനെ വിളിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു പേടിക്കണ്ട, ഞാൻ അങ്ങോട്ട് വരാം, നിങ്ങൾ എവിടെയാണോ ലൊക്കേഷൻ അയച്ചിടാൻ പറഞ്ഞു. ഞാനും പിള്ളേരും എന്നിട്ട് വേറെ ഇരിക്കാൻ സ്ഥലമൊന്നും അവിടെ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഇത്ര നല്ല എന്താ പറയുക, എനിക്കെന്തോ വിഷമമായിട്ടോ. അത് ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എന്തോ പ്രശ്നം ഉണ്ടാവുമോ എന്തോന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു മാനുഷിക പരിഗണന എന്തോ സംതിങ് അത് അവർ കണ്ടില്ല. മേ ബി നമുക്കറിയാത്തതുകൊണ്ടാണ്, ഇതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളും നമുക്കറിയാത്തതുകൊണ്ടാണ് നമ്മളൊരു ഏജൻസിക്ക് കൊടുത്തത്. പക്ഷെ അവർ പോലും നമ്മളോട് ഈ കാര്യം പറഞ്ഞില്ല. അതാണ് നമുക്ക് പറ്റിയ മിസ്റ്റേക്ക്. അപ്പോൾ ഈ വീഡിയോ ഇടേണ്ട മെയിൻ ഉദ്ദേശം വെച്ചാൽ വേറെ ആർക്കെങ്കിലും നമുക്കറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ദുബായിൽ നിന്നും ഒമാനിക്ക് പോകണമെങ്കിൽ ആരാണോ നമ്മുടെ സ്പോൺസർ അവർ ഉണ്ടായിരിക്കണം നമ്മുടെ കൂടെ. ഇപ്പോൾ ഒരു കമ്പനി വിസ, എനിക്ക് കമ്പനി വിസയാണ്, പക്ഷേ അത് വിസ ഓൺ ഡ്രൈവിൽ കിട്ടും, നമ്മുടെ വിസയും കാര്യങ്ങളൊക്കെ അത് കിട്ടും, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ കുട്ടികളുടെ കേസിലേക്കും ആരാണോ നമ്മുടെ സ്പോൺസർ അവർ നമ്മുടെ കൂടെ ഉണ്ടാവണം. അച്ഛനാണെങ്കിൽ അച്ഛൻ നമ്മുടെ കൂടെ ഉണ്ടാവണം, എന്നാലാണ് നമുക്ക് ബോർഡർ അങ്ങോട്ട് കടക്കാൻ പറ്റുള്ളൂ.
ശരിക്കും പറഞ്ഞത് നമ്മൾ ഏജൻസിക്കാർ പറഞ്ഞേണ്ടതാണ്, നമുക്കത് പറഞ്ഞു തന്നില്ല. അപ്പോൾ എന്തായെന്ന് വെച്ചാൽ നമ്മൾ പാതിരാത്രിക്ക് പെട്ടിയും കടക്കി എടുത്തിട്ട് നമുക്ക് തിരിച്ചു പോകേണ്ടതായിട്ട് വന്നു. കുറേ നേരം നിന്നു. അപ്പോഴത്തെ ആ ഒരു മാനസികാവസ്ഥയിൽ വീഡിയോ എടുക്കാനും പിടിക്കാനൊന്നും എനിക്ക് പറ്റിയില്ല. പിന്നെ ഒരു ടെൻഷനാണല്ലോ. അങ്ങനെ ഞങ്ങളവിടെ കുറേ നേരം ഇരുന്നു. റോഡ് സൈഡിൽ തന്നെ ഞാനും പിള്ളേരും ഇരുന്നു. എന്നിട്ട് പിന്നെ ചേട്ടൻ വന്നിട്ട് നമ്മളിങ്ങോട്ട് തിരിച്ച് പോന്നു കേട്ടോ. ഞാൻ അങ്ങനെ തന്നെ വന്ന് കിടന്നു. കാരണം തലവേദനയും പിന്നെ ഒന്നാമത് നമ്മൾ പോവാണല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ക്ലീനിങ്ങും കാര്യങ്ങളും. അപ്പോൾ ഇന്നലെയെന്ന് വെച്ചാൽ ഇന്നലെ കാലത്ത് ഒരു ചേട്ടൻ ഡ്യൂട്ടിക്ക് പോയി 6 മണിക്ക് മുതൽ തുടങ്ങിയതാണ് ക്ലീനിങ്ങും കാര്യങ്ങളും പാക്കിങ്ങും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഭക്ഷണം കഴിക്കലൊന്നും അപ്പോൾ ഇന്നലെ റെഡി ആയില്ല. പിന്നെ ഇതിങ്ങനെ പോയി സങ്കടം. അപ്പോൾ എല്ലാം കൂടെ ഇപ്പോൾ നമ്മൾ ഇന്നലെ ഫുള്ള് നമ്മുടെ എന്താ പറയുക നമ്മുടെ മൈൻഡ് പോയ ദിവസമായിരുന്നു കേട്ടോ. ഇന്നലെ ഇട്ട് കൊണ്ടുപോയ ഡ്രസ്സ് ഇട്ടിട്ട് അങ്ങനെ തന്നെ കിടന്നു. അതൊന്നും മാറാനോ അതൊന്നും ഇരിക്കാനൊന്നും സമയമില്ല. പിന്നെ ഇന്ന് ചേട്ടന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ ഡ്യൂട്ടിക്ക് പോയി. ചേട്ടന് ചായയും പൊടിക്കും കൊടുത്തപ്പോൾ അതാണെങ്കിൽ അമ്മ നമ്മൾ പൂവല്ലേന്ന് വെച്ചിട്ട് അമ്മ മീൻകറിയും മീൻ വറുത്തതും ചോറൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേട്ടൻ 2 ദിവസം ഒറ്റയ്ക്ക് നിൽക്കണ്ടേന്ന് വെച്ചിട്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ ചേട്ടന് കൊടുത്ത് ചേട്ടനെ വിട്ടയച്ചു. അങ്ങനൊരു ടോട്ടലി ഒരു സുഖമില്ല കേട്ടോ. അതൊക്കെയായിരുന്നു അവസ്ഥ. അപ്പോൾ ഇനി ദുബായിൽ നിന്ന് ഒമാനിക്ക് പോകുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക, നല്ല ഏജൻസിനെ കോൺടാക്റ്റ് ചെയ്യുക. സ്പോൺസർ അത് വിസയാണെങ്കിൽ സ്പോൺസർ നമ്മുടെ കൂടെ ഉണ്ടാവണം. പിന്നെ വേറെ നൂലാമാലൊന്നുമില്ല. ബോർഡറിൻ്റെ അവിടെ പോയിട്ട് പൈസ കൊടുത്താൽ മതി ടിക്കറ്റിന്. അപ്പോൾ കാർഡ് പേയ്മെൻറ്റും ഉണ്ട്, അതേപോലെ തന്നെ ക്യാഷും പേയ്മെൻ്റ് ഉണ്ട്. ക്യാഷ് ആകുമ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ ക്യാഷ് ആകുമ്പോൾ ഒരാൾക്ക് 50 ദിർഹം പിടിക്കും. പക്ഷേ കാർഡാണെങ്കിൽ അതായത് ബസ് ഡ്രൈവർ ചോദിക്കും ക്യാഷാണ് കാർഡാണോ എന്ന്. അപ്പോൾ നമ്മൾ കാർഡാണെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു മലയാളി ചേച്ചി പറയാണ്, ചേച്ചി ഇടയ്ക്കിടയ്ക്ക് ഒമാനിക്ക് പോകും. അപ്പോൾ ചേച്ചി പറയാം നമ്മൾ ക്യാഷ് ഇപ്പോൾ 50 ദിർഹം ഇവർക്ക് കൊടുക്കണം, കാർഡാണെങ്കിൽ 35 ദിർഹാണ്ട് പിടിക്കുള്ളൂ എന്നാണ് അവർ പറയുന്നത് കേട്ടോ. അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെന്താണ്, ഇനിയിപ്പോൾ ഒരു നല്ല ചായ ഒരെണ്ണം കൂടി വെച്ച് കുടിച്ച് ഒന്ന് ഉഷാറാവണം. എന്നിട്ടൊന്ന് ഫ്രഷായിട്ട് ബാക്ക് ടു നോർമലിലേക്ക് വരാം. ഗൈസ്, വെൽക്കം ബാക്ക് ടു സിംപ്ലി പഞ്ചമി വ്ലോഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം കേട്ടോ. ഇന്ന് നമുക്കൊന്ന് ഒമാൻ വരെ ഒന്ന് പോയാലോ? വേറെ ഒന്നല്ല കേട്ടോ, അമ്മേരെ വിസ 2 മന്ത് വിസയാണല്ലോ അമ്മേരെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്മേരെ വിസ കഴിഞ്ഞു. അപ്പോൾ അമ്മ ഒമാനിക്ക് പോവാണ്. ചേച്ചി അവിടെയാണ് കേട്ടോ, സോഹാറിലാണ് ചേച്ചി താമസിക്കുന്നത്. അപ്പോൾ ചേച്ചിയുടെ അവിടേക്ക് അമ്മ തിരിച്ച് പോവാണ്. അമ്മ അവിടെ നിന്ന് തന്നെയാണ് വന്നത് കേട്ടോ, ബസ്സിലാണ് അമ്മ അവിടെ നിന്ന് വന്നത്. അപ്പോൾ തിരിച്ച് അമ്മ അവിടേക്ക് തന്നെ പോവാണ് കേട്ടോ. അപ്പോൾ ഉണ്ണികൾക്ക് എന്തായാലും എക്സാമൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഞാനും ഒരു 1-2 വർഷമായി നാട്ടിലേക്ക് പോയിട്ടില്ല. ചേച്ചിനെയും കുറേ വർഷമായി ചേച്ചിനെയും കണ്ടിട്ടിട്ടാ. അപ്പോൾ ചേച്ചി എന്തായാലും ഒമാനുള്ള സ്ഥിതിക്ക് അമ്മ എന്തായാലും അങ്ങോട്ട് പോവല്ലേ. അപ്പോൾ എന്തായാലും അമ്മേനെ കൊണ്ടുവന്നാക്കാൻ നമുക്കൊന്ന് പോവാം. എന്നിട്ട് ഒരു ദിവസം 2 ദിവസം അവിടെ നിന്നിട്ട് നമുക്ക് തിരിച്ച് ഇവിടേക്ക് വരാം കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം റെഡിയായി. അപ്പോൾ ഞാൻ ഇന്ന് 2 ദിവസം ലീവ് പറഞ്ഞിരിക്കുകയാണ്, വ്യാഴം വെള്ളിയും. പിന്നെ അപ്പോൾ ചേട്ടന് ഇന്ന് ഡ്യൂട്ടി ഉണ്ട് കേട്ടോ, ചേട്ടന് ഇന്ന് ലീവ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഓവർ ടൈമും ഉണ്ട്. ഇപ്പോൾ കുറേ ദിവസമായിട്ട് രാത്രി 8 മണിക്ക് ശേഷമാണ് ഓവർ ടൈമിക്കും കഴിഞ്ഞ് വരാം. അപ്പോൾ ഓവർ ടൈമും കൂടി ഉള്ളത് കൊണ്ട് ചേട്ടന് ലീവ് ചോദിക്കാനും പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഞാൻ ലീവ് എടുത്തു. പിന്നെ ഉണ്ണികൾക്കും പരീക്ഷ കഴിഞ്ഞിരിക്കുകയല്ലേ, ക്ലാസ് ഉണ്ട്, പരീക്ഷ കഴിഞ്ഞിട്ടുള്ളൂ. 2 ദിവസം പരീക്ഷ കഴിഞ്ഞ സ്ഥിതിക്ക് എന്തായാലും പോയിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എൻ്റെ വല്യമ്മേരെ മോൻ്റെ കണ്ണൻ ചേട്ടൻ, അപ്പോൾ ചേട്ടനും ചേട്ടൻ്റെ വൈഫ് ഹിത ചേച്ചിയും കഴിഞ്ഞ ദിവസം നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അവർ ഞങ്ങളെ നമ്മുടെ ഷാർജയിലുള്ള ബസ് സ്റ്റേഷനിൽ അവിടെ നിന്ന് പോകാനായിട്ട് ത്രില്ലിലാണ്. ഉണ്ണികളെ കാണാനും ചേച്ചിയുടെ ഉണ്ണികളേക്കും കണ്ടിട്ട് കുറേ നാളായി. നമ്മൾ വീഡിയോ കോളിലേക്കും വിളിക്കുകയാണെങ്കിലും നേരിട്ട് കണ്ടിട്ട് കുറേ നാളായല്ലോ. അപ്പോൾ ഉണ്ണികളും ഭയങ്കര സന്തോഷത്തിലാണ്. അവിടെ പോയി 2 ദിവസം ചേച്ചിമാരുടെ കൂടെ കളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും നമുക്ക് ഇനി ഒമാനിക്ക് പോണ വിശേഷങ്ങൾ കാണാം കേട്ടോ. അമ്മ റെഡി ആയിരിക്കുകയാണല്ലേ ഒമാനിക്ക് പോകാൻ? എങ്ങനെയുണ്ടായിരുന്നു അമ്മ 2 മാസം ദുബായ് ജീവിതം? അതെ, ദുബായ് ആണ് ഇഷ്ടപ്പെട്ട ഒമാനാണ് ഇഷ്ടപ്പെട്ട? ഒമാൻ നമ്മുടെ നാട് പോലെയല്ലേ, ദുബായിൽ കുറെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ദുബായ് ഇഷ്ടപ്പെട്ടു, ഒമാനും ഇഷ്ടപ്പെട്ടു. ദുബായിൽ കുറേ അമ്മ കാണാത്ത കുറേ കാഴ്ചകളൊക്കെ കണ്ടു, ജീവിതത്തിൽ കാണാത്തതും അറിയാത്തതും. അപ്പൊ അതൊക്കെ കണ്ടു, വളരെ സന്തോഷം. കുഞ്ഞാറ്റ കണ്ടിട്ടില്ലല്ലോ ഒമാന്? അമ്മയും കണ്ടിട്ടില്ലടാ, അമ്മയും ഫസ്റ്റ് ടൈമാ കാണുന്നു. കുഞ്ഞാറ്റും കുഞ്ഞിപ്പറും ത്രില്ലിലാണോ കുഞ്ഞാപ്പൂനും കാണാൻ?
ആണോ നിങ്ങളെ കാണാണ്ടാവും. എത്ര നാളെ ഉണ്ടാവും അല്ലെ കണ്ടിട്ട് കുഞ്ഞിപ്പാറും കുഞ്ഞാറ്റിയും?